ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വീണ്ടും വന്നിരിക്കുന്ന ഒരു സ്കിൻ കെയർ ടിപ്പായിട്ടാണ് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നമ്മുടെ സ്കിൻ എങ്ങനെ ഗ്ലോ ചെയ്യാം അല്ലെങ്കിൽ ഹൈഡ്രേറ്റഡ് ആക്കി വെക്കാം എന്നുള്ള ഒരു ടിപ്പായിരുന്നു നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് വന്നേക്കുന്നത് നിങ്ങളുടെ സ്കിൻ എങ്ങനെ വൈറ്റൻ ചെയ്യാം, അതായത് വീട്ടിൽ തന്നെ കിട്ടുന്ന മൂന്ന് സാധനങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ സ്കിൻ എങ്ങനെ വൈറ്റൻ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അതായത് നമ്മുടെ കുടുംബം വെളുക്കാതെ തന്നെ നമുക്ക് വെളുക്കാനുള്ള കുറച്ച് മാർഗങ്ങളാണ് നമ്മൾ ഈ വീഡിയോസിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോസ് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ഇനാബിൾ ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കൂടുതൽ പറയുന്നില്ല, നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് ആദ്യം പറയാം. ആദ്യം നമുക്ക് വേണ്ടത് കുറച്ച് ഓട്സ് ആണ് കേട്ടോ. ഞാൻ വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ, കാരണം ഞാൻ ഇന്ന് ഫേസിൽ മാത്രം അപ്ലൈ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എടുത്ത ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. നിങ്ങൾക്ക് ഇനി ഫേസിൽ മാത്രമല്ല കൈകളിലും അതുപോലെ തന്നെ നെക്കിലൊക്കെ അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ അധികം ക്വാണ്ടിറ്റിയിൽ എടുക്കാം. ആദ്യം ഓട്സ് ആണ് വേണ്ടത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് പാല്. നിങ്ങൾ എത്ര ക്വാണ്ടിറ്റിയാണോ ഓട്സ് എടുക്കുന്നത് അതിന് അതേ ക്വാണ്ടിറ്റിയിൽ തന്നെ, അല്ലെങ്കിൽ ആ ഒരു ഓട്സ് കുതിരാൻ ആവശ്യമായിട്ടുള്ള രീതിക്കുള്ള പാലാണ് എടുക്കേണ്ടത്. പിന്നെ അതുപോലെ നമുക്ക് വേണ്ടിയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഹണിയാണ് കേട്ടോ. തേനാണ് ആവശ്യമായിട്ടുള്ളത്. ഞാനിപ്പോൾ ഡാബറിൻ്റെ ഹണിയാണ് എടുത്തത്. നിങ്ങൾക്ക് ഏതാണോ ഹണി ഉള്ളത് അത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇനി നമ്മളിത് ചെയ്യേണ്ടത് നമ്മൾ ആവശ്യത്തിന് ഇത് മിക്സ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു ഓട്സിലേക്ക് ഞാൻ പാൽ ഒഴിക്കാൻ പോവുകയാണേ. നമ്മൾ ആവശ്യത്തിന് പാലൊഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ഫേസിലേക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് മാത്രം എടുത്താൽ മതി. ഇനി നമ്മൾ ഇതിലേക്ക് ചെയ്യേണ്ടത് ആവശ്യത്തിന് തേൻ ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. എല്ലാം വളരെ കുറച്ച് മാത്രം മതി. ഓവറാക്കിയാൽ പിന്നെ നമുക്കത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്നിട്ട് ഇത് നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് സമയം നമ്മൾ ഇതേപോലെ വെക്കണം, എന്നാലേ ആ ഓട്സ് പൂർണ്ണമായിട്ട് ആ പാലിലൊക്കെ ഒന്ന് ആവത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് വെയിറ്റ് ചെയ്യാം. ഞാൻ ഏതാണ്ട് ഓട്സ് 10 മിനിറ്റ് നേരം കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് ഇതിൽ മിക്സ് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഫേസ് പോയി ക്ലീൻ ചെയ്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി ഡയറക്റ്റ് ഫേസിലോട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇത് ഏതാണ്ട് നമ്മൾ ഒരു 10-20 മിനിറ്റ് നേരം എന്തായാലും നമ്മൾ പിടിക്കേണ്ടതായിട്ട് വരും, ഇത് ഉണങ്ങുന്നത് വരെ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട എല്ലാ ഫേസ് പാക്ക് ആണെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അത് ചെവിയിലും അതുപോലെ തന്നെ നമ്മുടെ നെക്കിലും കൂടി അത് അപ്ലൈ ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ എന്താ പറയുക, നല്ല നിറവ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ ഞാനിത് ചെറുതായിട്ട് എൻ്റെ നെക്കിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനപ്പോൾ ഇത് ഏതാണ്ട് 20 മിനിറ്റ് ആയിട്ടുണ്ട്, അതായത് ഇത് ഉണങ്ങിയിട്ടുണ്ട്. ഞാൻ ഇനി നല്ല കഴുകി കളയാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫേസ് പാക്ക് കഴുകി കളഞ്ഞതിന് ശേഷമുള്ള ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞാൽ ഇത് അടിപൊളി റിസൾട്ടാണ്. എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് വന്ന് ഷെയർ ചെയ്യുന്നത്. ഇത് വീക്കിലി ഒരു 3 തവണയൊക്കെ തന്നെ യൂസ് ചെയ്താൽ മതിയാവും. പിന്നെ നമ്മൾ എന്ത് ഫേസ് പാക്ക് ഇട്ടിട്ടും കാര്യമില്ല, പുറത്തിറങ്ങുന്ന സമയത്ത് നമ്മൾ മസ്റ്റായിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മൾ ഈ ചെയ്യുന്ന ഫേസ് പാക്കിനൊക്കെ കാര്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ ആരും മറക്കണ്ട, മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. നല്ല അടിപൊളി പാക്കാണ്. എനിക്ക് നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല, സ്കിൻ നന്നായിട്ട് വൈറ്റൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യാം. പിന്നെ നമ്മുടെയൊക്കെ സ്കിന്ന് വൈറ്റൻ ചെയ്യുക എന്നതിലപ്പുറം അത് ഹെൽത്തി ആക്കി സൂക്ഷിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒരുപാട് ഇതേപോലെയുള്ള ടിപ്സുകളായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.